ആരൊക്കെയത്? അകത്തേക്ക് വരൂ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തിനാ ഈ സാഹസം കാണിക്കണേ? സാധാരണ എല്ലായിടത്തും അച്ഛൻ പറഞ്ഞ മക്കൾ അനുസരിക്കാത്ത വിഷമ. ഇവിടെ നേരെ തിരിച്ചാ, മക്കള് പറഞ്ഞ അച്ഛൻ അനുസരിക്കില്ല. എന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട. തുടങ്ങിയോ അച്ഛനും മോളും? ഇതിവിടെ പതിവാണ്. വരൂ. വർഗീസ്, സംശയിക്കേണ്ട, ആ പഴയ പീതാംബരൻ തന്നെയാ ഞാൻ. നിങ്ങളെയൊക്കെ പറ്റിച്ച് ഒളിച്ചു കടന്ന ആ പീതാംബരൻ. എല്ലാറ്റിനും ദൈവം തന്നടോ. ഒരു ജീവിതം മുഴുവൻ സഹിച്ചു തീർക്കാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ തന്നു. ദാ നോക്ക്. വർഗീസ്, നിന്റെ പണവും വാങ്ങി സൗദിന്ന് ദുബായിലേക്ക് കടന്നു കളയായിരുന്നില്ലേ ഞാൻ? അരുത്, പഴയ കഥകളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാനതൊക്കെ എന്നേ മറന്നിരിക്കുന്നു. എന്നാലും നീ വീട് വെക്കാൻ വെച്ച 10 ലക്ഷം രൂപ അതും കൊണ്ട് മുങ്ങിയവനായി ഞാൻ. വർഗീസ്, അന്നെനിക്ക് പരിചാരകരൊത്തിരി ഉണ്ടായിരുന്നു. വഴിതെറ്റിക്കാൻ പല ലോബികളും. സാരില്ലടോ. നിനക്കറിയോ, നമ്മുടെ ആ അറബി ഒരു ബിസിനസ് ടൂറിനായി എന്നെയും കൂട്ടി ദുബായിക്ക് വന്നു. ഒരു നാൾ എന്തോ അത്യാവശ്യം പറഞ്ഞ് അയാൾ അമേരിക്കയ്ക്ക് പറഞ്ഞു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും അയാളെ കാണാതായപ്പോൾ ഞാൻ ദുബായിൽ അയാളുടെ ചില പാർട്ട്ണർമാരെ കണ്ടു. അവരിലൂടെ ഞാൻ ആ വാർത്ത അറിഞ്ഞു. ആ അറബിയുടെ അമേരിക്കയിലെ ബിസിനസ് ആകെ തകർന്നു. മാനഹാനി ഭയന്ന് അയാൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജീവിതം അവസാനിപ്പിച്ചു. സാരില്ലടോ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ. എന്നിട്ടും തീർന്നില്ല. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കറുത്ത അധ്യായം കുറിച്ചു. ഒരു കാർ ആക്സിഡൻറ്റ്. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. എല്ലാം ദൈവവിധിയെന്ന് ആലോചിച്ചു. ഞാൻ സഹിച്ചു. എന്തേ പിന്നെ നാട്ടിലൊന്നും പോയില്ലേ? ഊരാ കൊടുക്കുകൾ പിന്നെയും ബാക്കി. 2 ലോണിനുടമയായ എനിക്ക് കടം വീട്ടി നാട്ടിൽ പോകാനുള്ള വക പോലും ഇല്ലായിരുന്നു. വർഗീസ്, നീ എന്നെ വെറുക്കരുത്. ഞാനതൊക്കെ എന്നെ മറന്നിടൂ. ഇനിയിപ്പോൾ ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്യണ്ടേ? എന്തും ചോദിച്ചാൽ തരുന്നവനാ നീ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല. ചായ. എനിക്ക് 2 പെൺമക്കളാണ്. ഇവൾ എൻ്റെ രണ്ടാമത്തോള്. എവിടെയാ മൂത്തോള്? ചേച്ചി നസീബാന്റെ വീട്ടിലാ. അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണ നിശ്ചയമുണ്ട്. ഏതൊരു നസീർക്കയുടെ മോളുടെ കല്യാണ കാര്യം. ഇന്നലെ അസീസ് അത് വീട്ടിൽ പറഞ്ഞിരുന്നു. അത് തന്നെ അച്ഛാ, നമുക്ക് ആ ഫംഗ്ഷൻ പോണം. ഈ പുതിയ കക്ഷിയെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ തൗഫീഖ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ സ്റ്റുഡന്റിന്റെ കാര്യം. അതാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടോ. വാ വാ. വാ കേറ്. വേണ്ട, ഞാൻ ടാക്സി പോയിക്കോളാം. കേറടോ. എവിടെ പോയായിരുന്നു? ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയതാ. ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞിരുന്നു. എന്നാലും നിന്റെ അച്ഛൻ്റെ കാര്യം കഷ്ടം തോന്നും. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ അവരാരാണെന്നുള്ള യാഥാർത്ഥ്യം അറിയും. ഇതൊക്കെ ആരന്വേഷിക്കാനാ? ഒരു കണക്കിന് അതാ നല്ലത്. നമ്മുടെ ദുഃഖങ്ങള് നമ്മളെന്തിനു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം? നിങ്ങളോടൊന്നും പറയാതെ ഒരു ദിനം ക്ലാസ് നിർത്തിയവനാ ഞാൻ. പറഞ്ഞു കേട്ടിടത്തോളം
കോടീശ്വരനായിരുന്നു അച്ഛൻ. ഇന്നിപ്പോ ഉടുതുണിക്ക് മറുതുണില്ലാത്ത അവസ്ഥയായി. എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളോട് സങ്കടം പറയുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഞാനുണ്ടാവും കൂടെ. ഇനി നമുക്കിടയിൽ മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടാവരുത്. എന്റെ നമ്പറില്ലേ കയ്യില്, വിളിക്കാൻ മറക്കണ്ട. ശരി. പ്രായത്തിനെ ബഹുമാനിക്കണം, അതറിയാലോ ചേച്ചിക്ക്. അതൊക്കെ ശരിയാ മോളെ. പക്ഷേ ഇവിടെ അച്ഛന്റെ ഇളയ കുട്ടിക്കാ മുൻഗണന. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉം. അതിന് ആദ്യം ഉത്തരം തരുന്ന ആള് രണ്ടാമത് ഡാൻസ് കളിക്കണം. ശരി. ഉത്തരം തരാത്ത ആളോ ആദ്യം ഡാൻസ് കളിക്കണം. ഓക്കെ അല്ലേ? ശരി. ആ. മക്കളെ, ആ, മതി, കളി നിർത്തി വന്ന് കഴിക്കാൻ നോക്ക്. അമ്മ കഴിക്കുന്നില്ലേ? വേണ്ട, പിന്നെ കഴിച്ചോളാം. ലക്ഷ്മി, ദാ വരുന്നു, ധൃതി വെക്കാതെ. വേഗം കഴിക്കും മക്കളെ. അച്ഛന് ഫുഡ് കൊടുത്തിട്ട് അമ്മ ഇപ്പൊ വരാം. ശരി. എടി, ഇത് തരാൻ. എനിക്ക് വേണം. ഇത് കണ്ടോ അമ്മേ? ഓ, ഒരു ദിവസം അവധി കിട്ടിയ എന്റെ തലയ്ക്ക് നിങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കും. ഹായ്. ഇയാള് ഫോൺ ഓഫ് ആക്കിട്ട് എവിടെ പോയിരിക്കുക? എന്താ വർഗീസേട്ടൻ എവിടെ? അതറിയാത്തോണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. മൊബൈലും ഓഫ് ചെയ്ത് അയാൾ എവിടെ പോയി കിടക്കണാവോ? ഓഫീസിൽ വിളിച്ചപ്പോ അവിടെ നേരത്തെ ഇറങ്ങിയെന്ന് അവര് പറഞ്ഞത്. എന്നിട്ട് അയാൾ എവിടെ പോയി? ഇനി നമ്മൾ എവിടെ പോയി തിരക്കും? എനിക്കൊന്നും അറിയില്ല. ഡാ നസീർക്കേടാ. ഹലോ. ഹലോ, അസീസ് അല്ലേ? അതെ. എടാ നസീർക്കേടാ. എന്ത് നസീർക്ക? വർഗീസിനിപ്പോ എങ്ങനെയുണ്ട്? വർഗീസിനോ? അച്ഛൻ എന്തു പറ്റി? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? വൈകുന്നേരം ബദർസമ ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ടത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന വഴിക്ക്. പുള്ളി നിങ്ങളെ വിളിച്ചില്ലേ? ശരി, വേഗം എത്താൻ നോക്ക്.